ആയിരിക്കും കപ്പ് കിട്ടുന്നത്. അപ്പൊ എല്ലാവരും വിളിച്ച് അനീഷിനായിരിക്കും വിചാരിച്ചു. പക്ഷെ നേരെ ലാലേട്ടൻ ഇടതിനെ അനുമോളിനെ കുറിച്ച് അതൊക്കെ അപ്പൊ ഞങ്ങളുടെ ഇടയ്ക്ക് തന്നെ അറിയത്തില്ല ആർക്കാ പോകുന്നത് എന്നുള്ളത്. അതായിരുന്നു എല്ലാവരുടെ ഒരു ഓർഗാനിക് എക്സ്പ്രഷൻ ആയിരുന്നു ആ ഒരു. പക്ഷെ അങ്ങനെ ആണെങ്കിൽ പോലും അനുമോൾക്ക് വളരെ നെഗറ്റീവ് ക്യാമ്പയിനാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം PR മൂലമാണ് വിജയിച്ചതെന്ന് പലരും. ഞാനപ്പോൾ ഒരു കാര്യം ചെയ്യട്ടെ പോകും, ഞാനൊരു PR എടുത്തിട്ട് പോകാന്നിരിക്കട്ടെ. PR പോയിട്ട് ഞാൻ അവിടെ എവിടെയെങ്കിലും പോയി കിടന്ന് ഉറങ്ങുക. ഞാൻ ഒരു കോണ്ടന്റും കൊടുക്കാതിരുന്ന് കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എങ്ങനെ PR കാണിക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേണ്ടേ? അതേപോലെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഈ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ എനിക്കിത് ലാസ്റ്റ് 2 വീക്കായപ്പോൾ ഏറ്റവും കൂടുതൽ കോണ്ടന്റ് പോയത് അനുമോളുടെ അടുത്താണ്. അനുമോളാണ് ആ ഷോ അത്രയും റൺ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ ഈ അനുമോളുടെ ഇപ്പോഴത്തെ ഈ ഒരു ഇതുണ്ടല്ലോ, ആഫ്റ്റർ ബിഗ് ബോസ് ആളുടെ ഒരു ലൈഫിന് അത് ഈ ഒരു ആൾക്കാരുടെ ഒരു സ്വീകാര്യത കുറയുന്നത് ആളുടെ ലൈഫിന് ബാധിക്കുന്നത് തോന്നുന്നുണ്ടോ? ഈ സ്വീകാര്യത കുറയാമെന്ന് ഞാൻ ചോദിക്കട്ടെ, ഇത് എത്ര PR ഉണ്ടെങ്കിലും പ്രേക്ഷകർ കണ്ടിട്ടല്ലേ വോട്ട് ചെയ്തത്. എനിക്കൊന്ന് അനീഷിനെക്കാട്ടി വോട്ട് കുറച്ച് കൂടുതൽ നല്ലപോലെ ഉണ്ട്. അങ്ങനെയാണ് ആള് വിന്നറായത്. അപ്പൊ എന്തായാലും അത്രയും പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ്, അല്ലാതെ ആൾക്ക് നെഗറ്റീവ് എന്ന് വരാൻ ചാൻസ് എല്ലാം പോട്ടെ. അനുമോൾ ചെലവ് പറഞ്ഞിട്ടുണ്ടോ? എന്തായാലും ചെലവ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നലെ മാറ്റി നിർത്തി പറഞ്ഞിട്ടുണ്ട്, 2 ചാട്ടം കൂടുതൽ ചാടിയുടെ ചെലവ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭാവി പരിപാടി എനിക്കൊരു സീരിയലിലേക്ക് ചെറിയൊരു ഓഫർ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ നീലക്കുയിൽ ഓർമ്മയുണ്ടോ എന്ന് അറിയത്തില്ല. ഞാൻ എഡിറ്റ് വന്ന സമയത്ത് നീലക്കുയിൽ എന്നോട് പറയും സിനിമയിലോ സീരിയലിലോ വന്നിട്ടാണ് ചെറിയൊരു ഓഫർ വന്നിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ ചെയ്യില്ല എന്ന് അറിയില്ല. ആക്ടിങ് ആദ്യം പഠിക്കട്ടെ, പഠിച്ചിട്ട് വേണം ഒന്ന് ചെലവ് ചെയ്യാൻ. നീലക്കുയിൽ എപ്പോഴും എന്റെ കല്യാണമാണ് ഒട്ടേറെ നടത്താം ഫസ്റ്റ്. പക്ഷേ ഞാൻ അവിടെ വേറെ ആരെയും കയറ്റുന്നില്ല. ഞാനൊരു ഒഫീഷ്യൽ വീഡിയോഗ്രാഫറിനെ പോലും എടുക്കുന്നത് ആ നീലക്കുയിലായിരിക്കും. നീലക്കുയിൽ മാത്രം കവർ ചെയ്യണം. നീലക്കുലിന്റെ വേറെ ഉണ്ട്, ഇത് വേറെ ഉണ്ടോ നീലക്കുലിന്റെ ഡബിള് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ചെന്നൈയിൽ. മറ്റേ മുടിയുള്ള ലുക്കുള്ള ക്യാമറമാൻ, ലുക്കുള്ള നീലക്കുയിൽ ആളുണ്ടായിരുന്നു അവിടെ. അനിയൻ നീലക്കുലിന്റെ അനിയനാണോ? എന്നാ അനിയനെ പോലെ ഇരിക്കും. പക്ഷെ നീലക്കുലിൽ എത്ര ലുക്കൊന്നും വന്നിട്ടില്ല. അനുമോളുടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ബിഗ് ബോസിന്. ഫ്രണ്ടാണ്, എനിക്ക് അങ്ങനെയൊന്നും ഇല്ല, കണ്ടന്റിന് വേണ്ടി മാത്രം ചെയ്തൊരു സംഭവം എനിക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നത് അനീഷ് എന്ന് പറഞ്ഞൊരു കോണ്ടന്റ് ഉണ്ടാക്കാൻ അറിയാം. അനീഷ് നോക്കുന്ന ഫിനാലെ വീട്ടിലേക്ക് പ്രത്യേകിച്ചൊന്നും വരുന്നില്ല. എന്നാ പിന്നെ ലവ് സ്ട്രാറ്റജി ഇട്ടേക്കാന്ന് വിചാരിച്ചു. അനീഷ് ടോട്ടലി ഫേക്ക് ആണെന്ന് തോന്നിയിട്ടുണ്ട്. ഫേക്ക് ആയിട്ടൊന്നും തോന്നിയില്ല. പക്ഷെ അനീഷിന് എന്തൊക്കെയോ ഒരു ആദ്യം വന്ന ആളല്ല അവസാനം ലാസ്റ്റിലേക്ക് വന്നത്. പക്ഷെ ഒരു നല്ല സന്തോഷമുണ്ട്. അനീഷിനോട് ആയാലും ഭയങ്കര എനിക്ക് ആ വീട്ടിലോട്ട് കയറി ഒട്ടും ഇഷ്ടമില്ലാത്ത ആളായിരുന്നു അനീഷ്. എനിക്ക് ഒട്ടും ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെയ്റ്റ് ആയിരുന്നു എനിക്ക് അനീഷിനോട്. പക്ഷെ ഇറങ്ങാൻ നേരത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അനീഷ്. അത്ര സ്വീറ്റാണ് അനീഷ്. നമ്മളെ ചെല്ലുക, കെട്ടിപ്പിടിക്കുക, കാര്യങ്ങൾ പറയുക. വീട്ടിൽ കയറണമെന്ന് പറഞ്ഞെടുത്തുനിന്ന് നിങ്ങൾ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു എപ്പോഴും എൻ്റെ വീട്ടിലോട്ട് വരണം, ഞാൻ കൊച്ചി വരുമ്പോൾ നിങ്ങളുടെ അടുത്ത് വരും എന്നൊക്കെ പറഞ്ഞു. ആദ്യം വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞ ആളാണ്. അതാണെന്ന് തോന്നുന്നു. കാരണം അപ്പോഴത്തേക്ക് അനീഷ് എങ്ങും കണ്ടില്ല. ലവ് സ്ട്രാറ്റജി ഫെയിൽഡ് ആയതും താനായിട്ട് തോന്നുന്നു. അതും ഫെയിൽ ആയെന്ന് തോന്നുന്നു. കാരണം അനുമോൾക്ക് അറിയാം ഗെയിം എങ്ങനെ കളിക്കണം. ഷീസ് വെരി സ്ട്രോങ്. നമ്മളെല്ലാവരും പറയാം അനുമോൾ ഭയങ്കര കരഞ്ഞിരിക്കുന്ന ആളാണ്, ഇങ്ങനെ പറ്റില്ല. പക്ഷെ ഒന്ന് ആലോചിച്ച് 24 മണിക്കൂറും കരഞ്ഞിരുന്നാലും നടക്കത്തില്ല. അവിടുത്തെ ഗെയിം ഞാൻ പറയാം, ഒരു ദിവസം ആ വീട് നിന്ന് പോകണമെങ്കിൽ അത്ര ബുദ്ധിമുട്ടാണ്, അത്രയും പ്രഷറും ഉണ്ട്. അതിനിടയ്ക്ക് ഇത്രയും നല്ലൊരു കോണ്ടന്റ് പ്ലാൻ ഉണ്ടാക്കി ആൾ ജയിച്ചില്ലാത്ത ആളുടെ കഴിവുണ്ട്. റീഎൻട്രി ചെയ്ത കുറച്ച് പേര് പുറമേന്ന് പ്ലാൻ ചെയ്താലും അറ്റാക്ക് ചെയ്തു എന്ന് തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഒരു PR ബേസിൽ ചെയ്താന്ന് വിശ്വസിക്കുന്നു. PR ബേസിൽ അതൊരു വേറെ ഏതെങ്കിലും കണ്ടസ്റ്റന്റ് PR വേണ്ടി ചെയ്ത അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിനകത്തിന് അനുമോളോട് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവലായിരുന്നു അവരുണ്ട്. അപ്പോൾ അവർ റീഎൻട്രി ചെയ്തപ്പോൾ അതിനൊക്കെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാന്നുള്ള രീതിയിൽ പോയതാണ്. പക്ഷെ അത് വലിയ ഫൈറ്റിലേക്ക് പോയി. പക്ഷെ എനിക്ക് അത് അനുവിന് പോസിറ്റീവായിട്ട് അതെ സത്യം പറഞ്ഞാൽ ഞാൻ റീഎൻട്രി ചെയ്യുന്ന സമയത്ത് എന്നോട് ഇവിടെ മീഡിയക്കാർ ചോദിച്ചിരുന്നു ആര് വിന്നർ ആവുന്ന തോന്നുന്നു. എനിക്ക് പ്രത്യേകിച്ച് ആരുടെ അറിയില്ലായിരുന്നു. കാരണം അനു ആണെങ്കിലും അനീഷ് ആയാലും എല്ലാം സ്ട്രോങ് ആയിട്ട് നിന്നത്. പക്ഷെ ഞാൻ റീഎൻട്രി ചെയ്ത് കഴിഞ്ഞ് വീടിനകത്ത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി മിക്കവാറും അനുമോൾക്കാർക്കും കപ്പ് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. കാരണം അത്ര എല്ലാം ചില സമയത്തൊക്കെ കരഞ്ഞ് കണ്ട് എനിക്ക് പിന്നെ ഭയങ്കര വിഷമം വന്നു. ഒരു ഗാർഡൻ ഏരിയയിൽ പോയിരുന്ന ആൾ ഭയങ്കരമായിട്ട് അലറി വിളിച്ച കരണ്ടുണ്ട് ഫുഡ് കഴിക്കാൻ നേരത്തൊക്കെ. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് ആൾക്ക് കപ്പുറപ്പായിരിക്കും. എനിക്കതല്ല, അവർക്ക് ബേസിക്കലി എനിക്ക് അനുമോളോട് പേഴ്സണൽ ഇഷ്യൂസ് ഒന്നും ഇല്ല. പക്ഷെ അവർക്ക് എന്തോ ഗെയിമിന്റെ പരമായിട്ട് പല പ്രശ്നങ്ങൾ അനുമോളോടുണ്ടായിരുന്നു. ഗെയിമിന്റെ പരമായിട്ടാണെങ്കിൽ അവരുടെ എവിക്റ്റായ പലരും ആ എവിക്റ്റായവരായിട്ട് തന്നെ വഴക്കുണ്ടാക്കിയിട്ടാണ് ഇറങ്ങിയത്. പക്ഷെ അവര് തിരിച്ചു കയറി കഴിഞ്ഞപ്പോൾ ആഘോഷിക്കാൻ വേണ്ടി, അതായത് ലാസ്റ്റ് വീക്കാണ് ഗ്രാൻഡ് ഫിനാലാണ്, അത് ആഘോഷിക്കാൻ വേണ്ടിയാണ് എല്ലാവരും തിരിച്ചു കയറ്റിയത്. പക്ഷെ തിരിച്ചു കയറി കഴിഞ്ഞപ്പോൾ വഴക്കുണ്ടായവരെല്ലാവരും കൂടി അനുമോൾക്കെതിരെ ശത്രുവിന്റെ ശത്രു മിത്രം എന്ന രീതിയിൽ മാറിക്കഴിഞ്ഞു. അങ്ങനെ ഒരു ഇത് വന്ന് സത്യം പറയാലോ ബ്രോ, ഞാൻ അതിൻ്റെ അകത്ത് കയറിയത് അടിച്ചു പൊളിക്കാൻ, എല്ലാവരുമായിട്ട് ചില്ല് ചെയ്യാൻ, ഈ ഫൈനലിസ്റ്റുകൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനായിട്ട്. പക്ഷെ അകത്ത് കയറി കഴിഞ്ഞാൽ ഇത് കണ്ട് ഞാനും ഞെട്ടിപ്പോയി. കാരണം എൻ്റെ ഒരു ഇത് വെച്ചിട്ട് അവിടെ കിടന്ന് അടിയിട്ട് നമുക്ക് ടോപ്പ് 5 ഒന്നും എത്താൻ പറ്റത്തില്ല. മാത്രമല്ല ഞങ്ങളവിടെ കോണ്ടന്റ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, പ്രത്യേകിച്ചൊരു ഗുണമില്ല. പക്ഷെ അത് അഫക്റ്റ് ചെയ്യുന്നത് ആ ഫൈനലിസ്റ്റിൽ. എനിക്ക് തോന്നുന്നു ആദിലയ്ക്കും നൂറയ്ക്കും പറ്റിയത് ഈ ഒരു റീഎൻട്രി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ നൂറേനെ
ടു ബി ഓണസ്റ്റ് ഞാൻ ടോപ്പ് 5 പ്രതീക്ഷിച്ച ആളാണ് നൂറ. പിന്നെ ആദിൽ എവിക്റ്റ് ആയപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ കപ്പ് അടിക്കാൻ വരെ ചാൻസ് ഉണ്ട്. കാരണം ആദിലയുടെ വോട്ടും കൂടെ കിട്ടിയത് 2 ദിവസം കഴിഞ്ഞിട്ടാണ് നൂറ എവിക്റ്റ് ആയത്. പക്ഷെ എന്നിട്ടും നൂറ എവിക്റ്റ് ആവെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഷോക്കിംഗ് ആയി. ഏതായിരുന്നു ലാസ്റ്റ് വീക്കിൽ നമ്പർ എഴുതി കൊടുത്ത കഥയൊക്കെ എനിക്ക് അതിനെക്കുറിച്ച്, കാരണം എന്താ ആ സമയത്തൊന്നും ഞാൻ ഇല്ല വീടിനകത്ത്, അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ അറിയത്തില്ല. ആ സമയത്താണ് ഞാൻ ആരുടെ സൈഡിൽ നിന്നില്ല. ഇതിപ്പോൾ അനു ആണോ പറയുന്ന സത്യം, ആദില പറയുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആ സമയത്ത് ആരാണോ ഏറ്റവും വീക്കായിട്ടിരുന്നത് ആളെ ഞാൻ സപ്പോർട്ട് ചെയ്തെന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ അകത്തേക്കുള്ള വഴക്കുകളിലെ ഏറ്റവും വലിയ വഴക്കാണ് മസ്താനിയുടെയും ബിൻസിയുടെയും തമ്മിൽ ഉണ്ടായത്. മസ്താനി ഓൾറെഡി എവിക്റ്റ് ആയി കഴിഞ്ഞപ്പോൾ കുറെ നെഗറ്റീവ്സ് കിട്ടിയിരുന്നു. തിരിച്ച് അകത്ത് വരുമ്പോൾ പോസിറ്റീവ് വന്ന് തുടങ്ങിയത് വീണ്ടും വളരെ നെഗറ്റീവ്. അപ്പൊ നേരിട്ട് കണ്ടിരുന്നല്ലോ ആ ഒരു ശരിക്കും എങ്ങനെ സംഭവിച്ചു? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ മസ്താനി പോകുന്ന സമയത്ത് മസ്താനിയോട് ക്ലിയർലി പറഞ്ഞു, മസ്താനി വരുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ മസ്താനിനെ പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയത്. മസ്താനി ഭയങ്കര വൈകില്ല, വരുന്നില്ല, എനിക്ക് ഭയങ്കര ടെൻഷൻ. ക്യാരവാനിൽ ഇരുന്ന ആൾ കരഞ്ഞിട്ടാണ് ആൾ വീടിനകത്തേക്ക് എൻട്രി ചെയ്യുന്നത്. വീടിനകത്ത് എൻട്രി ചെയ്തപ്പോഴും ഭയങ്കര വിഷമിച്ചു, ഭയങ്കര ആങ്സൈറ്റി ഒക്കെ ആയിരുന്നു വന്നു. പക്ഷേ മസ്താനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് സോൾവ് ചെയ്യണം. ബിൻസിയുമായിട്ട് എന്തോ കോൺവെർസേഷൻ നടന്നു. പതിയെ ഞങ്ങളപ്പോൾ നോക്കുന്നുണ്ട്. എനിക്കൊന്ന് ഡൈനിങ് ഏരിയയിൽ നിന്ന് സംസാരിച്ച് തുടങ്ങിയാണ്. പതിയെ തുടങ്ങി. പിന്നെ അത് വലിയ പൊട്ടലായിട്ട് മാറി, ഭയങ്കര പ്രശ്നം. എന്നിട്ട് മസ്താനി അടുത്ത് വന്നപ്പോൾ ഞങ്ങൾ കൈ പിടിക്കുന്നുണ്ട്, ഒന്നും പറയരുത്, മിണ്ടരുത്. കാരണം ഓൾറെഡി ആൾ കുറേ നെഗറ്റീവായിട്ടുള്ള ആളാണ്. അപ്പോഴത്തേക്ക് ബിൻസി കാര്യങ്ങൾ പറഞ്ഞു. മസ്താനിയും തിരിച്ചെന്തോ പറഞ്ഞിട്ടുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ ലാസ്റ്റ് വീക്ക് വന്നപ്പോഴേ നമ്മുടെ അനീഷിന്റെ ലവ് ട്രാക്ക് ഉണ്ട് അനുമോളുമായിട്ട്. അത് എത്രത്തോളം ജെന്യൂൻ ആയിട്ട് ഫീൽ ചെയ്തു? അനീഷ് ജെന്യൂൻ ആയിട്ടൊരു പേഴ്സൺ ആണ്. പക്ഷെ അനീഷ് ഇസ് എ വെരി സ്വീറ്റ് പേഴ്സൺ. പക്ഷെ ലവ് ട്രാക്ക് എനിക്ക് അത്ര ജെന്യൂൻ ആയിട്ട് ഫീൽ ചെയ്തു. അത് ചോദിച്ചിരുന്നു ഇതിന് ശേഷം? ഞാൻ ചോദിക്കാൻ പോയില്ല, കാരണം അത് കഴിഞ്ഞപ്പോൾ അത് ഓൾറെഡി അവർ സോൾവ് ചെയ്തു. വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടനായിട്ട് സോൾവ് ചെയ്തു. അനു എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇതുപോലെ ലവ് ഇതിൽ ഇങ്ങനെ അനു ഓടി വന്നപ്പോഴേ പറഞ്ഞേട്ടാ ഇതുപോലെ അനീഷേട്ടൻ പറഞ്ഞാൽ കണ്ടായിരുന്നു. ഞാൻ പറഞ്ഞാൽ കണ്ടായിരുന്നു എന്ന് ഉള്ളൂ. അല്ലാതെ ഞാൻ അനീഷിനോട് ചോദിക്കാൻ പോയിട്ടില്ല. ടിക്കറ്റ് പിന്നാലെ വളരെ അധികം കഷ്ടപ്പെട്ടിട്ടാണ് ജയിച്ചത്. നോർമലി ബിഗ് ബോസിൽ കഷ്ടപ്പെട്ട് ജയിക്കുന്ന ടോപ്പ് 5ലേക്കാണ് എത്തേണ്ടത്. പക്ഷേ ഇപ്രാവശ്യത്തെ വളരെ ബിഗ് ബോസ് ചെയ്ത് വളരെ കൊടും ചെറിയ തോന്നുന്നു. അല്ല, അത് 7ന്റെ പണിയാണ് സീസൺ. അത് തന്നെ അനീഷ് ആദ്യം ഫസ്റ്റ് വീക്ക് ഒക്കെ ക്യാപ്റ്റൻ ആയത്. കാരണം ഏറ്റവും ഇഷ്ടമില്ലാത്ത ആളെ മാർക്ക് ചെയ്യാൻ പറഞ്ഞു, അനീഷിനെ മാർക്ക് ചെയ്തു. എന്നിട്ട് അനീഷിനെ ബിഗ് ബോസ് കപ്പിലാക്കി. ഈ സീസണിൽ മൊത്തം 7ന്റെ പണി. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നൊന്നും അവിടെ നടക്കണമെന്നില്ല. അല്ല, അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് കളിച്ചിട്ട് ജയിക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ല, ബിഗ് ബോസ് പറഞ്ഞ ടിക്കറ്റ് ഫിനാലെ വീക്കാണ്. ടിക്കറ്റ് ഫിനാലെ എന്ന് പറഞ്ഞാൽ ഫിനാലെ വീക്കിലേക്കാണ്. ആ വീക്കിലേക്ക് നൂറ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ ആ വീക്കിൽ അവർ എവിക്ഷൻ ഫ്രീ അല്ല. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും എവിക്റ്റ് ആയി പോവാം. അത് കാരണം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ടിക്കറ്റ് ഫിനാലെ കഴിഞ്ഞു. ഫിനാലെ വീക്ക് ഞങ്ങൾ റീ എൻട്രി ചെയ്യുന്നതാണ് ഫിനാലെ വീക്ക്. ആ ഫിനാലെ വീക്കിൽ ഉണ്ടായിരുന്നല്ലോ. ഈ ആദില, നൂറ, അനുമോൾ തന്നെ വളരെ അടുത്ത സൗഹൃദങ്ങളാണ്. ഇവരുടെ സൗഹൃദം മുന്നോട്ട് തോന്നുന്നുണ്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അതില്ല നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഞാൻ ഇവരുടെ തമ്മിൽ വഴക്കുണ്ടാകുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഇടപെടാറില്ല. ഇന്നത്തെ ഒരു കാര്യം കൂടിയും പറയാം. അതായത് അവർ സ്റ്റോറി പോലും ഇട്ടിട്ടില്ല അനുമോൾ വിജയിച്ചതിൻ്റെ പേരിൽ. ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയത് സ്റ്റോറി പോലും ഇട്ടില്ല. അപ്പോൾ അവർക്ക് ഇപ്പോഴും ഒരു പക്ഷെ ഞാൻ അവിടെ ലൈവായിട്ട് കണ്ടപ്പോൾ അതിലെ നൂറയൊക്കെ എഴുന്നേറ്റ് കൈ അടിക്കുന്നുണ്ടായിരുന്നു. കപ്പ് കിട്ടിയപ്പോൾ അനുവിനെ പോയി കെട്ടി ഹഗ് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റോറി ഇടാത്ത. പക്ഷെ ആ സമയത്തുണ്ടല്ലേ ബിഗ് ബോസ് തുടങ്ങിയപ്പോൾ തൊട്ടുള്ള അനുമോളുടെ ഏറ്റവും ഫസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ചൈത്യ വെച്ച് അന്നേരം എണീക്കുക. കാരണം എല്ലാവരും എണീറ്റ് കൈയടിച്ചതിന് ശേഷം പോലും ചൈത്യക്ക് എണീക്കൊരു മടിയുള്ളൊരു അവസ്ഥ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫൈറ്റ് ഇപ്പോഴും തുടരുമെന്നാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു അതെ, ഡെഫിനറ്റ്ലി. പ്രശ്നമില്ലായിരുന്നെങ്കിൽ അവരൊരിക്കലും ഇങ്ങനെ ഇരിക്കത്തില്ലായിരുന്നു ശക്തിക്ക്. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് കാണും. എനിക്കും തോന്നിയിട്ടില്ല. ഇത് എവിടുന്ന് വന്നു എങ്ങനെ? എനിക്ക് തോന്നുന്നു ശൈത്യനെ ആ ഒരു കട്ടപ്പ എന്നുള്ള പേര് വിളിച്ചതിൻ്റെ പേരില്ല. കാരണം നിങ്ങൾ ശ്രദ്ധിച്ച ഓൺലൈൻ ഫുൾ ആൾ എന്തിട്ടാലും കട്ടപ്പ എന്ന് വരും. പിന്നെ മാത്രമല്ല ഞങ്ങളുടെ അവിടെ ഒരു സ്കിറ്റ് ഉണ്ടായിരുന്നു. സ്കിറ്റിലും ഇങ്ങനെ ഒരു അനുമോളെ ഏഷ്യൻ്റെ അടക്കം കട്ടപ്പ ഇട്ടപ്പോൾ ആളത്ര ഡൗൺ ആയിപ്പോയി. കട്ടപ്പ രീതിയിലായിരുന്നു ശരിക്കും ശൈത്യയുടെ ഗെയിം. ഇതിലെന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ ഭയങ്കര ഒന്നാമത്തേക്ക് ഇവർ ഡ്രസ്സിംഗ് റൂമിൽ പോയി മൈക്ക് മാറ്റിച്ച് സംസാരിക്കും. അങ്ങനെയൊക്കെ നമുക്കറിയത്തില്ല. ഇപ്പം അതിലേക്ക് മറ്റേ ഇത് ടിഷ്യൂ കൊടുത്തെന്ന് പറഞ്ഞില്ല, അതിൽ കോൺവെർസേഷൻ നടന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. എങ്ങനെ നിന്നില്ല ഇവർ ഈ ഡ്രസ്സിംഗ് റൂമിൽ പോയി മാറ്റി സംസാരിക്കുന്നതൊന്നും നമുക്കറിയത്തില്ല. ഈ ഇഷ്യൂ വരുമ്പോഴാണ്. അതുകൊണ്ട് നമുക്ക് ആരെ സൈഡ് പിടിക്കാൻ പറ്റില്ല. ഞാൻ കയറുന്നതിന് മുമ്പ് വരെ എനിക്കറിയത്തില്ലായിരുന്നു ആരാ വിന്നറാണ്. പക്ഷേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അനുമോൾ വിന്നറാണ്. പക്ഷേ റീ എൻട്രിയുടെ വീക്ക് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. അതെ. അത് സത്യത്തിൽ ഈ ഷോയോടുള്ള വിശ്വാസം അല്ല. പക്ഷെ പി ആറിന്റെ അല്ല പറയുന്ന കണ്ടസ്റ്റൻസിന് എല്ലാവർക്കും പി ആർ ഇല്ലേ? എല്ലാവർക്കും പി ആർ ഉണ്ട്. ഞാൻ PR 1 ലക്ഷം കൊടുക്കുന്നവരുണ്ടാവും, 16 ലക്ഷം കൊടുക്കുന്നുണ്ട്. ജയിച്ചോട്ടെ 16 ലക്ഷം ഉള്ളവർ അങ്ങനെ. ഇനിയിപ്പോ ഇതെന്താ കാര്യം എന്നറിയോ നെവിൻ? ഞാൻ ഇതിന് ഉത്തരം പറഞ്ഞുതരാം. 16 ലക്ഷം
അനുമോള് കൊടുത്തു എന്ന് പറയുന്നത്. നെവിൻ ഒരിടത്ത് പോലും PR കൊടുത്തിട്ടില്ല, ഒന്നും ചെയ്യാത്ത ഒരാൾ. അവൻ അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ അവൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളവൻ ടോപ്പ് 4 വന്നിട്ടുണ്ട്. ഇഫ് യു പ്ലേ വെൽ, എത്ര PR ഉണ്ടെങ്കിലും നിങ്ങൾ ടോപ്പ്. അതിന് വെരി സിമ്പിൾ എക്സാമ്പിളാണ് നെവിൻ. അപ്പോൾ ബാക്കിയുള്ളവർ നല്ലപോലെ കളിച്ച് കാണത്തില്ല, PR ഉണ്ടായിട്ടും കളി നടന്നിട്ടില്ല, അതുകൊണ്ട് പോയില്ല. ശരിക്കും ആരാണ് ബിഗ് ബോസിൽ മെയിൻ ഗെയിമർ? അനുമോളല്ലാന്നാണ് പലരും പറഞ്ഞത്, ഭാഗ്യം കൊണ്ട് ജയിച്ചെന്ന് പറയുന്നുണ്ട്. എനിക്ക് ഭാഗ്യം കൊണ്ട് ജയിച്ചാന്നൊന്നും തോന്നുന്നില്ല. കാരണം ആൾ അവിടെ അത്യാവശ്യം ഗെയിമറാന്ന് തോന്നുന്നുണ്ട് അനുമോൾ, ഒരു മൈൻഡ് ഗെയിമർ. മൈൻഡ് ഗെയിമറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ആൾക്കറിയാം ഒരാളെ എങ്ങനെ തളർത്തണമെന്നും, അല്ലെങ്കിൽ അനുമോൾക്കറിയാം ഒരാളെ എങ്ങനെ പൊക്കിക്കൊണ്ട് വരണമെന്നും, ഒരു സാധനം എങ്ങനെ ഔട്ട് വരണമെന്നും ഒരു അനുമോൾ ഭയങ്കര. പക്ഷെ കുറെ പേര് പറയുന്നത് കേട്ടെ സ്ട്രോങ്ങസ്റ്റ് പ്ലെയർ ആണ്, പക്ഷെ ആദ്യം മുതൽ അവസാനം വരെ കരച്ചിലും. അപ്പൊ ഞാൻ തിരിച്ചൊരു ക്വസ്റ്റ്യൻ, കരയുന്ന ആൾക്കാർ സ്ട്രോങ് അല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പക്ഷെ കരച്ചിലും ഇല്ല, കരയുന്ന ആൾക്കാർ ഒരിക്കലും സ്ട്രോങ് അല്ല എന്ന് പറയാൻ ഒക്കത്തില്ല. കാരണം അവരെനിക്ക് തോന്നുന്നു സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ. കാരണം ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കുന്നു പറഞ്ഞ് പേടിച്ച് കരയാതിരിക്കുന്നതിനെക്കാട്ടി നല്ലതല്ലേ സ്ട്രോങ് ആയിട്ട് ഞാൻ കരഞ്ഞാലും ഐ ഡോണ്ട് ഗിവ് എ ഫക്ക് എന്നുള്ള ആറ്റിറ്റ്യൂഡ്. ഈ ഫുഡിൽ എന്തിന് ഇത്ര നിയന്ത്രണം വരുന്നത്? ബിഗ് ബോസിലാണ് അത് ബ്രോ. ഇത് 7ന്റെ പണി മാത്രമല്ല, ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രെസ്ഫുൾ എൻവയോൺമെന്റ് ആണ്. ആ എൻവയോൺമെന്റ് ഒരുക്കാനായിട്ട് അവരെന്തായാലും ചെയ്യും. ഫുഡ് ഭയങ്കര റേഷനാണ്, നിങ്ങൾ വിചാരിക്കുന്നതൊന്നും അല്ല. നമുക്ക് എന്തെങ്കിലും കിട്ടിയാൽ കഴിക്കാന്നുള്ള രീതിയിലുള്ളത്. ഈ ബിന്നിയാണ് 14 ലക്ഷം എന്നൊരു എമൗണ്ട് കൊണ്ടുവന്നത്. അതെ അതെ. പക്ഷെ അത് അക്ബർ അല്ല, ബിന്നി അല്ല, അത് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തപ്പോ ബിന്നി പറഞ്ഞു. അതൊക്കെ ബിന്നി പറയുന്നത് ബിന്നിനോട് പറഞ്ഞു എന്നാണ്, അനുമോള് പറഞ്ഞു എന്നുള്ളത്. പക്ഷെ അനുമോൾ അതിന് മറുപടി പറഞ്ഞത് ഞാൻ 15-14 ലക്ഷം വരെ പലരും ചോദിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അതല്ല എനിക്ക്, കാരണം ഞാൻ അവിടെ ഇല്ലായിരുന്നത്. പക്ഷെ ഇങ്ങനെ ഞാൻ എപ്പിസോഡ് കണ്ടപ്പോൾ ഇങ്ങനെയാണ് ബിഗ് ബോസ് ഒരു ടാസ്ക് പറയുന്നു ബിന്നി പറയുന്നത് ഇതുപോലെ 15 കൊടുത്തപ്പോൾ അനുമോള്. പക്ഷെ അത് അനുമോൾക്ക് അനുമോളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോടെങ്കിലും എന്തെങ്കിലും ക്ലോസ് ആയി കഴിഞ്ഞാൽ എല്ലാം തുറന്നു പറയും. അത് ചിലപ്പോൾ അനുമോൾക്ക് തിരിച്ചെപ്പോഴേലും തിരിച്ചു.